സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ പൊളിറ്റീഷ്യൻസും പ്രത്യേകിച്ച് മതതീവ്രവാദികളായ സുഡാപ്പികൾക്കും ക്രൈസ്തവരോട് ഭയങ്കര പ്രേമം തുടങ്ങി. ഗ്രഹാം സ്റ്റെയിൻ, കാൻഡഹാർ, അതായത് പ്ലാംബ്ലാനി എന്ന് പറഞ്ഞ കാത്തലിക് ബിഷപ്പ്, അയാൾക്ക് ഇപ്പോഴാണ് തലയ്ക്ക് ബോധം വന്നത്. മണിപ്പൂർ, പിന്നെ ജബൽപൂർ, ഭയങ്കര പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. എൻ്റെ വീഡിയോയുടെ താഴെ വെക്കുന്ന ഗ്രഹാം സ്റ്റെയിനെ പറ്റി അങ്ങ് ഒലിച്ച് കരയുക. ഞാൻ ഗ്രഹാം സ്റ്റെയിൻ്റെ വൈഫിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, ലോകത്ത് ഒരു വർഷം എത്ര ക്രൈസ്തവരാണ് കൊല്ലപ്പെടുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാം. ഈ പറയുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നമ്മുടെ അയൽവാസി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ, നൈജീരിയയിൽ, സുഡാനിൽ, വെസ്റ്റും ഈസ്റ്റും ആഫ്രിക്കയുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ എത്ര പേരെ കൊല്ലപ്പെടുന്നതൊക്കെ അറിയാം. ഒരു ഏകദേശ കണക്ക്, യഥാർത്ഥ കണക്കൊക്കെ 15,000 17,000 വെച്ചാണ് ഒരു വർഷം. ഏകദേശ കണക്ക് എന്ന് പറഞ്ഞാൽ 5,000 7,000 അടുക്ക്. ഒരു ദിവസം 13ഓളം ക്രൈസ്തവർ അവൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നു ഈ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, നീയൊക്കെ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു ദിവസം കൊല്ലപ്പെടുന്ന ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ 13ഓളം പേരാണ്. നിങ്ങളാണ് ഈ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ വരുമെന്ന് പറയുന്നത്. പ്ലാംബ്ലാനി എന്ന് പറഞ്ഞാൽ തൊലിഞ്ഞവനൊന്നും മനസ്സിലാക്കി കൊടുക്കും എന്തുവാ സംഭവം എന്ന്. അയാൾക്ക് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ മറുപടി തരാം. അയാൾ കാത്തലിക് ബിഷപ്പിൻ്റെ കാർഡിനലാകാൻ പറ്റാഞ്ഞിട്ട് കൊണ്ടാക്കുന്ന പെരുപ്പീരുണ്ടല്ലോ, അതിന് മറുപടി തരാം. അത്രമാത്രം അങ്ങ് വലിഞ്ഞങ്ങ് ഒഴുകുന്ന രീതി നിർത്ത്. വിൽ ഗീവ് എ ബെഫറ്റിംഗ് റിപ്ലൈ ടു യു. ഈ വീഡിയോയ്ക്ക് അത് പറയാൻ പോകുന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ കൊല്ലുകയും പ്രീച്ചേഴ്സിനെ കൊല്ലുകയും മിഷണറിമാരെ കൊല്ലുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. തർക്കിക്കാൻ പറ്റുമോ? ആഫ്രിക്കൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഓരോന്നങ്ങോട്ട് എടുക്കുക. എത്ര പേരെയാണ് കൊല്ലുന്നത്? ഇപ്പോൾ ഒരു ദിവസം 13 പേരെന്ന് വെച്ചുള്ള കണക്ക് ഒരു റഫ്ലി കാൽക്കുലേറ്റഡ് ആണ്. എത്രയോ റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി ഈ സുഹൃത്തുക്കൾക്ക് പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് എത്രയോ ഏഷ്യക്കാരായ ക്രൈസ്തവ ബിലീവേഴ്സ് ഉണ്ട്, മിഷണറി ആയിട്ട് പോയവർ. എന്തിനാ അവരെയൊക്കെ കൊല്ലാൻ പോകുന്നത്? അവരെന്ത് തെറ്റാ ചെയ്തത്? ഫെയ്ത്തിൻ്റെ പേരിൽ അല്ല. അവൻ ക്രൈസ്റ്റിനെ ബിലീവ് ചെയ്യുന്നു, ഒറ്റ പേരിലാണ് ചെയ്യുന്നത്. പിന്നീട് മറ്റൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പള്ളികളാണ് ഇസ്ലാമിക ഈ മത തീവ്രവാദികൾ എത്ര പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ക്രൈസ്തവരുടെ പുണ്യപുരാതനമായ പല പള്ളികളും ഈ അറേബ്യൻ രാജ്യങ്ങളിലും വെസ്റ്റ് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ, എത്ര പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയും? ലക്ഷക്കണക്കിന് പള്ളികൾ. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പള്ളികൾ ഉൾപ്പെടെ നശിപ്പിച്ചു. പല രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും പ്രേയറിന് പോകാൻ പറ്റത്തില്ല, വർഷിപ്പിന് പോകാൻ പറ്റത്തില്ല, കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ ഗുഡ് ഫ്രൈഡേ എത്ര പള്ളികൾ ആൾക്കാർ ഒത്തുകൂടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സമ്മതിക്കില്ല. അവർ എല്ലാം കാഫറുകളാണ്, എല്ലാത്തിനും കൊല്ലുക, ഓടിക്കുക സ്ഥിരമായിട്ട്. അവന്മാർ ഞങ്ങളെ ക്രൈസ്തവരെ വന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോകത്തിൽ ക്രൈസ്തവർക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണ്. പിന്നെ കോൺഗ്രസ്സുകാരൻ പറയുവാണെങ്കിൽ ഞാൻ കണക്ക് വെച്ച് നിങ്ങളോട് പറയാം. ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയ ഉണ്ടായത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആൻറ്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്ന എവിടെയാണ്? ഒറീസയിൽ. കോൺഗ്രസ് ഭരിച്ച സ്റ്റേറ്റ് ആയിരുന്നല്ലോ, കോൺഗ്രസ് ആണ് ആ ബില്ല് കൊണ്ടുവന്നത്. പിന്നീട് കൊണ്ടുവന്ന് മധ്യപ്രദേശിൽ, അന്നും അവിടെ കോൺഗ്രസ് ഭരിക്കുക. ഈ 2 സ്റ്റേറ്റുകളിലും കൂടെ ആ സമയത്ത് എത്ര കേസ് ഈ കോൺഗ്രസ് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കറിയാം? ഏകദേശം 4,000 കേസ്. അതായത് കോൺഗ്രസ്സുകാരും, നിങ്ങൾ ഈ പൊട്ടന്മാരാക്കരുത് ചില ആൾക്കാരെ.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിനെതിരെ കേസെടുത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് ഭരിച്ച വിവിധ സ്റ്റേറ്റുകളാണ്. ഇപ്പം ഹിമാചൽ, അതേപോലെ നേരത്തെ ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ നേരത്തെ കോൺഗ്രസ് ആണല്ലോ ഭരിച്ചത്. എത്ര കേസെടുത്തു? ഇഷ്ടം പോലെ കേസെടുത്തു. ഇപ്പോഴെന്താ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് അറിയുന്നതിൻ്റെ കാര്യം? സോഷ്യൽ മീഡിയ. അത് നീ പറയുന്ന പോലെ വലിയ മീഡിയ പോലും ഇല്ല. എത്രയോ പേരെ പിടിച്ച് ജയിലിനകത്തിട്ടു. എത്രയോ ക്രൈസ്തവ മിഷണറിമാർ കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ട സമയത്ത് ജയിലിൽ കിടന്ന് മരിച്ചു. ഞാൻ വേണേ തെളിവ് തരാം. കോൺഗ്രസിന് ഭയങ്കര ക്രിസ്ത്യൻ പ്രേമം അങ്ങ് കയറി. ഇന്നും ഞാൻ പറയാം, എന്നും പറയാം, ക്രിസ്ത്യൻസിന് ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യ, മുസ്ലിംസിന് ഏറ്റവും സേഫായിട്ടുള്ള രാജ്യം ഇന്ത്യ. അത് ഇവിടെ ഭൂരിപക്ഷമായി ഹിന്ദുക്കൾ ഇവരുടെ ആരുടെയും തുളയിൽ കയറാൻ പോകുന്നില്ല. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇത്രയും 140 കോടി ജനമുള്ള രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനുണ്ട്. ഇസ്ലാമിക രാജ്യത്ത് പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് സൊല്യൂഷനുണ്ടോ? എത്രയോ ആൾക്കാരെ ക്രിസ്ത്യൻ മിഷണറി ഫെയ്ത്ത് അവിടുത്തെ ഗവൺമെന്റ് തലവെട്ടിക്കൊന്നു. സുഡാപ്പികൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. അത് എപ്പോഴും നടക്കുന്നുണ്ട്. അത് ഞാനീ പറയുന്ന വലിയ പഴയ കണക്കൊന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 100 കണക്കിന് ഇഷ്യൂ ഇട്ട് തരാം. ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഓരോ രാജ്യങ്ങളെടുത്ത് ചെയ്തു തരാം. തെളിവുൾപ്പെടെ നിങ്ങളുടെ മുമ്പ് വെച്ച് തരാം. എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു കാരണവശാലും മറ്റുള്ള മതത്തെ കയറ്റാൻ സാധിക്കും? അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കിയത് ഇന്തോനേഷ്യ മാത്രമാണ്. കാരണം ഇന്തോനേഷ്യക്ക് പിടികിട്ടി ആ രാജ്യം ഇനിയും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ കാഫിർ എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ പല കാര്യങ്ങളും അവർ മാറ്റാൻ തുടങ്ങി ഒഫീഷ്യലി. അല്ലെങ്കിൽ അവർ ക്രൂരമായ രീതിയിലാണ് ക്രിസ്ത്യൻസിനെതിരെ പെരുമാറിയത്. ഇപ്പോഴാണ് മാറ്റം വന്നത്. ഏറ്റവും ക്രൂരമായത് ഈ ഇന്തോനേഷ്യ ഒരു സമയത്ത് അവരുടെ ആൾക്കാർ തന്നെ അത് മാറാൻ തുടങ്ങി. കാരണം ഇത് പറ്റില്ല. കാരണം കൂടുതലായിട്ട് ഇസ്ലാമിക തീവ്രവാദം കയറി കഴിയുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെയായി. അതാണ് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് അവൻ തന്നെ അവനെ കൊല്ലും. എനിക്കറിയത്തില്ല ഇത് എവിടെ കിട്ടിയതാണ്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ക്രൈസ്തവരെ ഉണ്ടാക്കാൻ ഇന്ന് ഇവിടുത്തെ കമ്മികളും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്മാർ പച്ചക്കള്ളവേ പറയത്തുള്ളൂ. പച്ചക്കള്ളൻ. ജ്യോതി ബസു കൽക്കട്ടയിൽ ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്നു. എത്ര ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു? ഇഷ്ടം പോലെ പേരെ. അത് വേറെ ലോ ഒക്കെ വെച്ച് വേറെ സംഭവം അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ ചുമ്മാ ഇവർ അടിച്ചുവിടുന്ന കള്ളത്തരങ്ങളാണ്. അപ്പം ആ ഒരു സമയത്ത് ഈ ജ്യോതി ബസുവിൻ്റെ സമയത്താണ് അവിടെയുള്ള ക്രൈസ്തവർ അധികം പേരും ബിലീവേഴ്സ് ആയിട്ടുള്ളവർ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലോട്ട് പോയത്. ഇതൊക്കെ ചരിത്രമുണ്ടെന്ന്. അവിടെ ഒത്തിരി ക്രിസ്ത്യൻ മിഷനുകാരുണ്ട്. അത് സിലിഗുഡി, നോർത്ത് ബംഗാളിൽ. ഇവരെല്ലാം കൂടെ അയാളുടെ പ്രശ്നമൊക്കെ ആയിട്ട് അവർ നേരെ അങ്ങ് നോർത്ത് ബംഗാളിലോട്ട്, അവർ ഈ നോർത്ത് ഈസ്റ്റിലോട്ടൊക്കെ പോയി. ചുമ്മാ വെറുതെ വിടുവാടിക്കരുത്. അതേപോലെ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന സമയത്ത് അതിക്രൂരമായിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാരോട് പെരുമാറിയത്. അങ്ങനെ എത്രയോ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരന്മാർ കേരളത്തിലെ ഏതിന് ബോധം ഉണ്ടാക്കാൻ വരുന്ന രീതിയിലാണ്. ഒരു കാര്യം മനസ്സിൽ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറി ഒരു ടാർഗറ്റ് ചെയ്തതിൻ്റെ കാര്യം? അവർ ആക്ടിവിറ്റീസിലുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും അവർ കടന്നു കയറുന്നുണ്ട്. കാരണം അവർ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. കാരണം ക്രൈസ്റ്റിൻ്റെ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പ്രശ്നങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടാകും. ഇത് സ്വാഭാവികമാണ്. കാരണം ഇത്രയും വലിയ ജനസംഖ്യയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ആ ഇഷ്യൂസിനൊരു സൊല്യൂഷനുണ്ട്. അത് ബേസിക്കലി ഇനി ഇത് ക്രിസ്ത്യൻസിൻ്റെ ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിക രാജ്യത്തെ ഒരു ഇഷ്യൂ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആ പറയുന്ന ഭരണകൂടമായിട്ട്, ഇസ്ലാമിക ഭരണകൂടമായിട്ട് ചർച്ച ചെയ്ത് തീരുന്ന പ്രശ്നമാണ്. ഒരിക്കലും തീരത്തില്ല. കാരണം ക്രിസ്ത്യൻസിനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ എങ്ങനെ സൊല്യൂഷൻ പരിഹാരം ഉണ്ടാകും? അപ്പം അങ്ങനെ ടോളറൻസ് നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഹെവൻലിയാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ ഓരോ ദിവസം 13 പേരെ വെച്ച് കൊല്ലുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ, ഓരോ ദിവസം ക്രൈസ്തവർ, അവരവിടെ സുഡൂക്കൾ
ഇവിടെ ക്രൈസ്തവരെ പറഞ്ഞ് പഠിപ്പിക്കുമെന്ന്, ഇൻക്ലൂഡിങ് പ്ലാൻ എന്ന് പറഞ്ഞ യൂസ്ലെസ്. മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കഴിയും. ഇവിടെ ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂവിന് സൊല്യൂഷനാണ്. അത് മാത്രമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.